വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാഗോ സീഡ്സ് വെച്ചുള്ള ഒരു പുഡിംഗാണ് തയ്യാറാക്കുന്നത്. സാഗോ സീഡ്സും കുറച്ച് ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്കൊരു അടിപൊളി പുഡിംഗ് തയ്യാറാക്കിയെടുക്കാം. സാഗോ സീഡ്സ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മൾ പായസത്തിലൊക്കെ ഇടുന്ന ചവ്വരിയാണ്. പുഡിംഗ് തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്ക് ചവ്വരി 1 മണിക്കൂറൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണം. ഞാനിവിടെ 50 ഗ്രാം ചവ്വരിയാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ചവ്വരിയെല്ലാം നന്നായിട്ട് മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് വേകുന്ന സമയത്ത് നമുക്കിതിന് വേണ്ട ഫ്രൂട്ട്സ് തയ്യാറാക്കി എടുക്കാം. കുറച്ച് മുന്തിരിങ്ങയും ആപ്പിളും പിന്നെ കുറച്ച് ബ്ലൂബെറിയും എടുത്തിട്ടുണ്ട്. ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രൂട്ട്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ചവ്വരി നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെന്ത് വരുമ്പോൾ ഇത് കുറച്ചുകൂടി നന്നായിട്ട് ബബിൾസ് പോലെ ഇങ്ങനെ പൊങ്ങി വരും. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചവ്വരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ നല്ല സോഫ്റ്റായിട്ടിരിക്കും. ഇനി ഇതിലേക്ക് ചേർക്കാൻ കുറച്ച് നട്ട്സും കൂടി എടുത്തിട്ടുണ്ട്. കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും കറുത്ത മുന്തിരിങ്ങയും കുറച്ച് വെളുത്ത മുന്തിരിങ്ങയും. ഇനി ഇതേപോലെ ഒരു പാത്രം എടുത്തതിന് ശേഷം നമുക്ക് പുഡിംഗ് ഇതിലേക്ക് സെറ്റ് ചെയ്യാം. ആദ്യം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചവ്വരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ലെവലാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആപ്പിൾ ഇട്ട് കൊടുക്കാം. ആപ്പിളും മുന്തിരിങ്ങയും ബാക്കിയുള്ള ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് കൊടുക്കാം. കുറച്ചൊന്ന് മാറ്റി വെച്ചേക്കണം, ലാസ്റ്റിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട്. സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ലെവലാക്കി കൊടുത്തതിന് ശേഷം നട്ട്സ് കൂടി ചേർത്ത് കൊടുക്കാം. നട്ട്സും കുറച്ചൊന്ന് മാറ്റി വെച്ചിരുന്നാൽ ലാസ്റ്റിൽ ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് ചേർക്കുന്നത് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയാണ്. 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 3 ഏലക്കയും കൂടി പൊടിച്ചെടുത്തതാണിത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായി ഇതിലേക്ക് ചേർക്കുന്നത് പാലാണ്. കാച്ചിയെടുത്ത് തണുപ്പിച്ച പാല് വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം. 1 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. കുറേശ്ശെയായിട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അവസാനം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഒന്നുകൂടി ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് അടച്ചു വെച്ചതിന് ശേഷം 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഫ്രീസറിൽ വെക്കേണ്ട, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. തണുത്തതിന് ശേഷമാണ് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളത്. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് കിട്ടുന്നത്. ഒരു വെറൈറ്റി ടേസ്റ്റുള്ള സിമ്പിളായിട്ടുള്ള ഒരു പുഡിങ്ങാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും, പെട്ടെന്ന് തന്നെ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്